ഇന്നലെ ശബരിമലയിലൊക്കെ തന്നെ നല്ല തിരക്കായിരുന്നു. അവധി ദിവസമായിരുന്നിട്ടും ദർശനം നടത്തിയവരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. അത് ശരിക്കും 76,151 ഭക്തരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത്. സാധാരണ ഈ വീക്കെൻഡിലാണ് ഭക്തജനങ്ങളുടെ എണ്ണം അവിടെ കൂടുന്നത്. ഇന്ന് പുലർച്ചെ നട തുറന്നു മുതൽ സാധാരണ നിലയിലുള്ള തിരക്ക് മാത്രമേ സന്നിധാനത്തുള്ളൂ എന്നാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. SKN പറഞ്ഞതുപോലെ സാധാരണ അവധി ദിവസങ്ങളിലാണ് എപ്പോഴും ശബരിമലയിൽ തിരക്ക് കൂടാറുള്ളത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നത് പതിവാണ്. പക്ഷേ ഇന്നലെയും ഇന്നുമായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. 76,000-ഓളം തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത്. ഒപ്പം ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്കൊന്നും തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നില്ല. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഫ്ലൈ ഓവറിൽ കാത്തു നിൽക്കുന്ന തീർത്ഥാടകർ മാത്രമേ ഉള്ളൂ. വലിയ നടപ്പന്തലിലൊന്നും തന്നെ തീർത്ഥാടകരുടെ നീണ്ട നിരയില്ല. ഒരു ക്യൂവിൽ മാത്രമാണ് തീർത്ഥാടകർ വലിയ നടപ്പന്തലിലും ഉള്ളത്. വലിയ നടപ്പന്തൽ കഴിഞ്ഞ് 18-ാം പടിക്ക് മുന്നിൽ ക്യൂ നിൽക്കാതെ തന്നെ തീർത്ഥാടകർ പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ തിരക്കൊന്നും തന്നെ ഇല്ലാതെ സുഗമമായ രീതിയിലാണ് തീർത്ഥാടകർ ഇന്ന് ദർശനം നടത്തുന്നത്. ഈ നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ പോലും വലിയ തീർത്ഥാടക തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് ഈ സ്പോട്ട് ബുക്കിംഗിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം കൊണ്ടാണ് ഈ തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഈ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയും തീർത്ഥാടകരുടെ വരവ് കുറച്ചു എന്ന് പോലീസും ദേവസ്വം ബോർഡും അനുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ ഇനിയും തീർത്ഥാടകർ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 25 വരെയുള്ള എല്ലാ ദിവസങ്ങളിലെയും വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്ന് മറ്റ് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്ന് മലചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാകുന്നുണ്ട്. ഒപ്പം ഈ കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ 2 ദിവസമായി വളരെ തിരക്ക് കുറഞ്ഞ അവസ്ഥയിൽ വളരെ സമാധാനപരമായി തന്നെ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.